എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം നമ്മൾ ആശങ്കപ്പെട്ടത് നടന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് വിലക്കയറ്റം രൂക്ഷമാകും എന്നുള്ളത് മുമ്പ് തന്നെ പ്രവചിച്ച കാര്യമാണ്. സാമ്പത്തിക വിദഗ്ധർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതിൻ്റെ ആദ്യ ഇഫക്റ്റാണ് ഇന്ന് 2026 മാർച്ച് 7-ാം തീയതി പുലർച്ചെ ഉണ്ടായിട്ടുള്ളത്. അതായത് ഇന്ന് ഗ്യാസ് വില പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ. സാധാരണഗതിയിൽ എല്ലാ മാസവും 1-ാം തീയതി പുതുക്കി നിശ്ചയിക്കാറുണ്ട്. അത് പ്രകാരം ഈ മാസം 1-ാം തീയതി വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിരുന്നു. പക്ഷേ വീട്ടിലെ ഗ്യാസിന് ഗാർഹിക സിലിണ്ടറിന് വില കൂട്ടിയിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗ്യാസിന് അതേപോലെ ഇന്ധനക്ഷാമം നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ പൊതുമേഖലാ കമ്പനികൾ ഗ്യാസ് വില കുത്തനെ കൂട്ടിയിട്ടുള്ളത്. ഗാർഹിക സിലിണ്ടറിന്, വീട്ടിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് 60 രൂപയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള സിലിണ്ടറിന് 115 രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിലവർധനവ് ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത്. പാചകവാതക വില ഗാർഹിക സിലിണ്ടറിന് 60 രൂപയും വാണിജ്യ സിലിണ്ടറിന് 115 രൂപയും കൂട്ടി. വില വർധനവ് ഇന്ന് മുതൽ, അതായത് 2026 മാർച്ച് 7 ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. 2025 ഏപ്രിലിന് ശേഷം ആദ്യമായിട്ടാണ് ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റം വരുന്നത്. വീട്ടാവശ്യത്തിനുള്ള 14.2 കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറിന് 60 രൂപയും ഹോട്ടലുകളിലും മറ്റ് പാചക ആവശ്യങ്ങൾക്കുമുള്ള വാണിജ്യ സിലിണ്ടറിന് 19 കിലോഗ്രാം തൂക്കം വരുന്നതിന് 115 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ പ്രധാന നഗരങ്ങളിലെ വില ഈ ഒരു രൂപത്തിലാണ്. കൊച്ചിയിൽ ഇനി ഗാർഹിക സിലിണ്ടറിന് 920 രൂപ നൽകണം. 5 കിലോമീറ്ററിന് പുറത്ത് ഡെലിവറി ചാർജും വരും. 5 കിലോമീറ്ററിനുള്ളിൽ ഡെലിവറി ചാർജ് സൗജന്യമാണ് എന്ന് പറയുമ്പോഴും പലപ്പോഴും 50 രൂപ വരയ്ക്ക് 5 കിലോമീറ്ററിന് ഉള്ളിലാണ് എങ്കിൽ പോലും ഡെലിവറി ചാർജ് ഈടാക്കുന്ന സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അങ്ങനെ വരുമ്പോൾ 1000-ന് മുകളിൽ സാധാരണക്കാരന് ഗ്യാസ് വാങ്ങുമ്പോൾ ഇപ്പോൾ തന്നെ വരും. ഇനിയും കൂടും എന്നുള്ളത് റിപ്പോർട്ടുകളുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് കൊച്ചിയാണ് പ്ലാന്റുകൾ ഉള്ള ജില്ല. അവിടെയാണ് ഈ ഒരു 920 രൂപ വരുന്നത്. മറ്റ് ജില്ലകളിൽ കുറച്ചുകൂടി വില കൂടും. ഡൽഹിയിൽ ഗാർഹിക സിലിണ്ടറിന് 913 രൂപയും വാണിജ്യ സിലിണ്ടറിന് 1883 രൂപയുമായിട്ടുണ്ട്. മുംബൈയിൽ 912 രൂപയും 1835 രൂപയും. കൊൽക്കത്ത 939, 1990. ചെന്നൈ 928 രൂപ 50 പൈസ ഗാർഹിക സിലിണ്ടറിന്. വാണിജ്യ സിലിണ്ടറിന് 2043 രൂപ 50 പൈസ. അപ്പോൾ നമുക്ക് ചെന്നൈയിൽ നോക്കുകയാണെങ്കിൽ 2000 രൂപക്ക് മുകളിൽ പോയി വാണിജ്യ സിലിണ്ടറിന്റെ വില എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ യുദ്ധം നീണ്ടു നിൽക്കാനാണ് സാധ്യത. അങ്ങനെ എങ്കിൽ വില ഇനിയും കൂടിയേക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല ഗ്യാസിന്റെ വിലയിൽ മാത്രമാണ് ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുള്ളത്. പെട്രോൾ ഡീസൽ വിലയിലും മാറ്റം വന്നേക്കാം എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. 30 ദിവസത്തേക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ അമേരിക്കയുടെ അനുമതി ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് നൽകിയിരുന്നു. അത് 30 ദിവസത്തിനാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യുദ്ധം അത്രയും ദിവസം കൊണ്ട് തീരും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാനാകില്ല. എന്തായാലും ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദൂരേക്കും.